മരടിലെ മത്സ്യക്കുരുതി KLCA തൈക്കൂടം മേഖലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നെട്ടൂർ മേൽപ്പാലം ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ പ്രകടനം കുണ്ടന്നൂർ ജംഗ്ഷനിലെത്തി പ്രതിഷേധ സംഗമം നടത്തി. പ്രതിഷേധ സംഗമം KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ഉദ്ഘാടനം ചെയ്തു. KLCA വരാപ്പുഴ രൂപത ജനറൽ സെക്രട്ടറി റോയി പാളയത്തിൽ, KLCA തൈക്കൂടം മേഖല പ്രസിഡന്റ് ആന്റണി, വിൻസെന്റ് പെരിഞ്ചേരി, സുനില സിബി, മഹാത്മാ പ്രസിഡന്റ് ജോസഫ് നിക്സൺ, ജെയ്സൺ സിമേന്തി എന്നിവർ സംസാരിച്ചു. സർക്കാർ മത്സ്യകൃഷിക്കാർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അതോടൊപ്പം മരട് നഗരസഭ വാഗ്ദാനം ചെയ്ത നഷ്ടപരിഹാര തുക മത്സ്യകർഷകർക്ക് നൽകണമെന്നും ആവശ്യപ്പെട്ടു. പ്രതിഷേധ സംഗമത്തിൽ നിരവധി സ്ത്രീകളും കുട്ടികളും യുവാക്കളുമാണ് അണിയർന്നു. നമ്മുടെ ഈ സമരം ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. ഈ സമരം കാണുമ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ മാത്രം എന്തോ കാര്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഈ വള്ളവുമായി ഇന്ന് നിൽക്കുന്നതെന്നാണ്. ചിലർ കൗതുകത്തോടെ നോക്കുന്നുണ്ട്, എന്താണ് ഈ വള്ളത്തിന് റോട്ടിൽ കാര്യമെന്ന്. സാധാരണ ഒരു സമരങ്ങളിൽ ഒന്നായിട്ടാണ് ചിലരൊക്കെ കാണുന്നത്. പക്ഷെ വേറെ ചില തിരിച്ചറിയൽ അവരുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. ഈ സമരം കേവലം മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിൻ്റെ പേരിൽ നഷ്ടം വന്ന കൂടുകൃഷി നടത്തിയ ആളുകൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്നവർക്ക് വേണ്ടിയോ മാത്രമല്ല, ഇത് തങ്ങൾക്ക് കൂടി വേണ്ടിയുള്ളതാണ് എന്ന തിരിച്ചറിവ് നമ്മളെ കാണുന്ന ചിലർക്കെങ്കിലുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിഷേധം ഈ പ്രദേശത്തുള്ള പെരിയാറിനെ ആശ്രയിക്കുന്ന മുഴുവൻ ആളുകൾക്കും വേണ്ടിയുള്ളതാണ്. നമ്മുടെയൊക്കെ കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സാണ് പെരിയാറും അതിനോട് ചേർന്ന് വരുന്ന മറ്റു കായലും പുഴയുമെല്ലാം. കഴിഞ്ഞ 20-ന് പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയപ്പോൾ പലരും അതൊരു സ്വാഭാവിക പ്രതിഭാസമായി ആദ്യം കരുതി. കാരണം ഇടയ്ക്കിടയ്ക്ക് പെരിയാറിൽ ഇങ്ങനെ ചത്തുപൊങ്ങാറുണ്ട്. പക്ഷേ ഇത്തവണ വളരെയധികം കൂടുതൽ മത്സ്യം ചത്തുപൊങ്ങിയപ്പോൾ അത് വാർത്തയായി. ഇന്ന് നമ്മളൊക്കെ പൗരന്മാരാണ്. എന്താ പൗരന്റെയും പ്രതിനിധിയും വ്യത്യാസം? രാജാവ് പറയുന്നത് കേട്ട് കൈകൂപ്പി നിൽക്കും. പൗരൻ അങ്ങനെയല്ല, പൗരാവകാശങ്ങളെ പറ്റി സംസാരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനിയും പൗരാവകാശങ്ങളെ പറ്റി സംസാരിക്കും. നമുക്ക് കൃത്യമായ നഷ്ടപരിഹാരം ലഭിക്കുന്നത് വരെ, നമുക്ക് നീതി ലഭിക്കുന്നത് വരെ, നമുക്ക് ന്യായം നടപ്പിലാക്കുന്നത് വരെ പ്രതിഷേധം ഇനി ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഒരു പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജലത്തിലെ രാസമാലിന്യങ്ങൾ കൂടുതലായ അളവിൽ രേഖപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് KLCA തൈക്കൂടം മേഖല ഈ സമരവുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. ഉഫോഴ്സും ഉസാനും അടക്കമുള്ള സർവകലാശാലകൾ ഇവിടെ നിന്ന് വെള്ളമെടുത്ത് ടെസ്റ്റ് ചെയ്ത് സർക്കാരിന് നൽകിയ റിപ്പോർട്ട് ഈ കുടിവെള്ളത്തിൽ രാസമാലിന്യം കലർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ്. കൂടുതൽ പഠിക്കുന്നതിനായി കൂടുതൽ ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന ഒരു നിർദ്ദേശവും അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ആദ്യ റിപ്പോർട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് രാസമാലിന്യം കലർന്നിട്ടില്ലെന്നാണ്. അത് തെറ്റാണെന്നുള്ള യഥാർത്ഥ ബോധത്തിൽ നിന്നാണ് ഈ സംഘടന കൊച്ചിയിലെ മുഴുവൻ ആളുകൾ കുടിക്കുന്ന വെള്ളത്തിൽ രാസമാലിന്യം ഉണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ അധികാരികളും ഉദ്യോഗസ്ഥരും ഈ ബണ്ട് തുറക്കുന്ന വിഷയത്തിൽ പല നിലപാടുകൾ എടുത്തുകൊണ്ടാണ് രാസമാലിന്യം പോലുള്ള പദാർത്ഥങ്ങൾ പെരിയാറിൽ ലയിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഏറ്റവും വേലിയിറക്ക സമയത്ത് മറ്റു കായലിലേക്കും മറ്റു കായൽ പരപ്പിലേക്കും നീക്കി കുടിവെള്ളം അശുദ്ധമാക്കുകയാണ്. പെരിയാർ സമരവുമായി ബന്ധപ്പെട്ട് KLCA അവിടെ ഉദ്യോഗസ്ഥന്മാരെ ചെന്ന് കാണുകയും നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടും കഴിഞ്ഞ ആഴ്ച പോലും വീണ്ടും മത്സ്യങ്ങൾ ചത്തുപോകുന്നു എന്നുള്ളതാണ്. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് കുണ്ടന്നൂർ കായലിൽ നടന്ന മത്സ്യക്കുരുതിയുടെ പ്രതിഷേധ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ന് നമ്മളിവിടെ സമ്മേളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പ്രതിഷേധ സമരത്തിൽ ഒത്തുചേർന്നിരിക്കുന്നത് ചൂട് കർഷകരെ
അവരുടെ നഷ്ടപരിഹാരം കൊടുക്കുവാൻ വേണ്ടി മാത്രമല്ല, വെള്ളത്തിൽ നമ്മളെല്ലാം കുടിക്കുന്ന ജലത്തിൽ കലർന്നിരിക്കുന്ന രാസമാലിന്യം, കുടിവെള്ളം രാസമാലിന്യം മുക്തമാക്കുക. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി ലാഭമില്ലാതെ കഷ്ടപ്പെടുന്ന കൂട് മത്സ്യകൃഷി കർഷകർ, നല്ല മത്സ്യം നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് അവർ ലാഭമില്ലാതെ കഷ്ടപ്പെടുന്നത്.